എപ്പിസോഡ് ഓപ്പണിംഗ് സീനിൽ ഇച്ചിഗോയും ആ ഹോളോ ഇച്ചിഗോയും അവർ രണ്ടുപേരും ഇന്നർ വേൾഡിൽ വെച്ച് പൊരിഞ്ഞ അട്ടിയിടി ബഹളം. ആ വൈറ്റ് ഇച്ചിഗോ ആണെങ്കിൽ ഞൊട്ടിയിടയിൽ ഹീറോയുടെ ബാങ്കായി ഫോം അതങ്ങനെ റിലീസ് ചെയ്യാണ്. ഹീറോയ്ക്കാണെങ്കിൽ അത് കണ്ട് ഭയങ്കര സർപ്രൈസ്. അവൻ ഷോക്കായി. ഇപ്പോ ആ വൈറ്റ് ഇച്ചിഗോട് ചോദിക്കും, സത്യം പറയും, എന്റെ ബാങ്കായി ഫോം അതെങ്ങനെ നിന്നെ കൊണ്ട് റിലീസ് ചെയ്യാൻ കഴിയുന്നു? അത് കേട്ട് ആ ഹോളോ വൈറ്റ് ഇച്ചിഗോ അവൻ ചിരിക്കുകയാണ്. ഞാനാണ് നീ, നീയാണ് ഞാൻ. നിനക്ക് ചെയ്യാൻ കഴിയുന്ന പല കാര്യങ്ങളും എന്നെ കൊണ്ടും ചെയ്യാൻ കഴിയും. എന്നെ കൊണ്ട് ചെയ്യാൻ കഴിയുന്ന എല്ലാ കാര്യങ്ങളും നിന്നെ കൊണ്ടും ചെയ്യാനായിട്ട് കഴിയും. അവിടുന്ന് അങ്ങനെ സീൻ കട്ട് ചെയ്ത് അല്പസമയം കഴിയുമ്പോൾ ഇച്ചിഗോ അവൻ വേറെ ഏതോ ഡയമെൻഷനിൽ നിൽക്കുന്നതായിട്ടായിരിക്കും അവന് തോന്നുക. എന്റെ തൊട്ട് മുൻപിലേക്ക് ക്യാപ്റ്റൻ കുച്ചിക്ക് ആള് വന്ന് അവൻ അറ്റാക്ക് ചെയ്യുന്നതായിട്ട് അവന് മനസ്സിലാവും. അവനാണെങ്കിൽ ഭയങ്കര കൺഫ്യൂഷൻ. ക്യാപ്റ്റൻ കുച്ചിക്ക് ആളെന്തിനാ എന്നെ അറ്റാക്ക് ചെയ്യണേ, അതിന്റെ ആവശ്യം എന്താണെന്നൊക്കെ ചിന്തിച്ച് അവൻ കൺഫ്യൂസ്ഡ് ആവും. ആണെങ്കിൽ ഇപ്പൊ പഴയതുപോലല്ല, അവന്റെ പവർ അത് വളരെയധികം കൂടിയിരിക്കുകയാണ്. ഹീറോ ആണെങ്കിൽ അവനോട് ഫൈറ്റ് ചെയ്യുമ്പോൾ തന്നെ ആ കാര്യം തിരിച്ചറിയും. പക്ഷെ കുഴപ്പമില്ല, എനിക്ക് എങ്ങനെയെങ്കിലും അവനെ തോൽപ്പിക്കണം. പക്ഷെ എന്തുകൊണ്ടായിരിക്കും ഇവൻ എന്റെ അടുത്ത് ഇപ്പൊ ഫൈറ്റ് ചെയ്യണേ ചിന്തിച്ച് കൺഫ്യൂഷൻ വിട്ടുമാറാതെ ഹീറോയും അവനോട് കൂടെ ഇപ്പൊ ഫൈറ്റ് ചെയ്യും. അവനാണെങ്കിൽ ഇച്ചിഗോയെ ആട്ടിച്ച് ദൂരേക്കിടും. അതിനുശേഷം ഇച്ചിഗോയോട് പറയും, നീ ശരിക്കും നല്ല പവർഫുൾ ആണ്, പക്ഷെ നീ ഒരു പേടിത്തൊണ്ടനായതുകൊണ്ടാണ് പല കാര്യങ്ങളും നിനക്ക് ചെയ്യാൻ കഴിയാത്തത്. നിന്റെ പേടിയെ അതിനെ മാറ്റി നിർത്തി നീ കൂടുതൽ പവർഫുൾ ആയ ചുറ്റുമുള്ളവരെയും നിനക്ക് വേണ്ടപ്പെട്ടവരെ എല്ലാവരെയും നിനക്ക് പ്രൊട്ടക്ട് ചെയ്യാനായിട്ട് കഴിയും. മാത്രമല്ല, വലിയൊരു യുദ്ധം അത് വരാനിരിക്കുകയാണ്. അതിന് നീ വേണം മുൻപിൽ നിന്ന് നയിക്കാൻ. നിന്റെ പവർ ഇനിയും ഉപയോഗിച്ചിട്ടില്ല എങ്കിൽ തീർച്ചയായിട്ടും അവറ്റകൾ നിന്റെ പവറിനെ അബ്സോർബ് ചെയ്തെടുക്കുമെന്ന് പറയും. അത് കേട്ട് വീണ്ടും ഇച്ചിഗോ ഡബിൾ ഷോക്കായി അങ്ങനെ നോക്കി നിൽക്കുന്ന അതേ സമയം സീൻ ഇങ്ങനെ കട്ടായി ഇപ്പോ ആ ഇന്നർ വേൾഡ് കാണിക്കും. അവിടെയാണെങ്കിൽ ഹീറോ അവൻ ഇപ്പോഴും നിർത്താതെ ആ ഹോളോ ഇച്ചിഗോയും ആയിട്ട് പൊരിഞ്ഞ പോരാട്ടം. ആ വൈറ്റ് ആണെങ്കിൽ ഇച്ചിഗോയോട് പറയും, നിന്റെ കോൺഷ്യസ്നെസ് അതാണ് നിനക്ക് നഷ്ടപ്പെട്ടുകൊണ്ടിരിക്കുന്നത്. അത് കറക്റ്റ് ആയിട്ട് നിനക്ക് ഉണ്ടായിരുന്നെങ്കിൽ തീർച്ചയായിട്ടും നീ ഇത്തരത്തിലുള്ള പ്രതിസന്ധിയിലേക്ക് വന്ന് വീഴില്ലായിരുന്നു. ഇച്ചിഗോയ്ക്കാണെങ്കിൽ ആ വൈറ്റ് സംസാരിക്കുമ്പോൾ കേൾക്കുമ്പോൾ തന്നെ മനസ്സിലാവും അവൻ ഇച്ചിഗോയെ മാനിപ്പുലേറ്റ് ചെയ്യാൻ ശ്രമിക്കുകയാണ്. അടുത്ത നിമിഷം ഇച്ചിഗോ അവന്റെ ബാങ്കായി പവർ അത് വേറെ ലെവലിലേക്ക് കൊണ്ടുപോയി വൈറ്റ് ഹോളോ ഇച്ചിഗോയെ അറ്റാക്ക് ചെയ്യാനായിട്ട് അവന്റെ അടുക്കലേക്ക് ഓടിയെത്തും. ഹീറോ അവന്റെ ബാങ്കായി പവർ അത് വേറെ ലെവലിലേക്ക് കൊണ്ടുപോകുന്ന കണ്ട വൈറ്റ് ഹോളോ ഇച്ചിഗോ അതും അടുത്ത നിമിഷം തന്നെ ഹീറോ ചെയ്തതുപോലെ അവന്റെ ബാങ്കായി പവറും റിഫ്ലക്ട് ചെയ്യിപ്പിച്ച് അങ്ങനെ നിൽക്കുകയാണ്. ഹീറോയ്ക്കാണെങ്കിൽ ഭയങ്കര അത്ഭുതം. അവനെ കൊണ്ട് എങ്ങനെ ഞാൻ ചെയ്യുന്ന കാര്യങ്ങൾ ഇത്രയും വേഗത്തിൽ റിപ്പീറ്റ് ചെയ്യാനായിട്ട് കഴിയുന്നു? ഇതെനിക്ക് വിശ്വസിക്കാനായിട്ട് കഴിയുന്നില്ല. വൈറ്റ് ഇച്ചിഗോ ആണെങ്കിൽ ചാടി വീണ് ഇച്ചിഗോട് പറയും, നീ ചെയ്യുന്ന പല മൂമെന്റ്സും എന്റേതാണ്. അത് കേട്ട് ഇച്ചിഗോ മുൻപ് നടന്ന ഫൈറ്റിനെ കുറിച്ച് ആലോചിക്കുകയാണ്. അവന് ചില മൂമെന്റ്സ് മറ്റു ചിലരിൽ നിന്നും മനസ്സിലാക്കാനായിട്ട് കഴിഞ്ഞിരുന്നു. കട്ട് ചെയ്ത പ്രസന്റ് കാണിക്കും. ഇവിടെ പ്രസന്റ് സീനിൽ ഇപ്പോ ഹീറോയുടെ പവർ അതങ്ങനെ നല്ല രീതിയിൽ പുറത്തേക്ക് വന്നുകൊണ്ടേയിരിക്കുകയാണ്. അവർ ക്രിയേറ്റ് ചെയ്തിരുന്ന ആ ഒരു സെല്ല് ഓൾമോസ്റ്റ് തകരുന്ന രീതിയിൽ എത്തിക്കഴിഞ്ഞു. ഹീറോയെ മുഴുവനായിട്ടും ആ ഹോലോ കീഴ്പ്പെടുത്തി. വൈറ്റ് സെറ്റ്സ് പ്രതീക്ഷിച്ചതുപോലെ തന്നെ ഹീറോ ബാരിയറൊക്കെ തകർത്ത് പുറത്തേക്ക് എത്തിക്കഴിഞ്ഞു. വൈറ്റ് സെറ്റ്സ് ആണെങ്കിൽ എല്ലാവരും ചേർന്ന് ഹീറോയെ അറ്റാക്ക് ചെയ്ത് തോൽപ്പിക്കാനായിട്ട് ശ്രമിക്കും. പക്ഷെ ഹീറോയുടെ പവർ അത് വളരെ കൂടുതലാണ്. അവർക്ക് ഹീറോയുടെ മുൻപിൽ ഫൈറ്റ് ചെയ്ത് പിടിച്ചു നിൽക്കാനായിട്ട് ആവില്ല. അപ്പൊ ലോങ് ഷോട്ടിലായിട്ട് സാഞ്ചി അവനെ കാഴ്ചയൊക്കെ കണ്ട് ടെൻസ്ഡ് ആവുകയാണ്. ഹീറോ ഇനിയും എങ്ങനെ മുൻപോട്ടേക്ക് പോയാ അവനെ കൊണ്ട് അവന്റെ ഹോലോ പവറിനെ കൺട്രോൾ ചെയ്യാനാവില്ല. മാത്രമല്ല അവന്റെ ബോഡിയിലുള്ള ഹോലോ പവർ ആ പവർ അത് വളരെയധികം കൂടുതലാണ്. ഇങ്ങനെ മുൻപോട്ടേക്ക് പോയാൽ തീർച്ചയായിട്ടും ഇച്ചിഗോയുടെ ഗുഡ് പേഴ്സണാലിറ്റി അത് എന്നേക്കുമായിട്ട് മരിക്കും. പിന്നീട് ഒരിക്കലും ഹീറോയ്ക്ക് അവനെ കൊണ്ട് അത് തിരിച്ചു പിടിക്കാനോ മറ്റുള്ളവരെ പ്രൊട്ടക്ട് ചെയ്യാനോ അവന്റെ പവറുകൾ അത് നല്ല രീതിയിൽ ഉപയോഗിക്കാനോ സാധിക്കുകയില്ല. അവിടുന്ന് അങ്ങനെ സീൻ കട്ട് ചെയ്ത് ആ ഇന്നർ വേൾഡ് കാണിക്കും. ഹീറോ ആണെങ്കിൽ ആ ഹോളോ വൈറ്റ് ഇച്ചിഗയുടെ കയ്യിൽ നിന്ന് ഒരുപാട് അറ്റാക്കുകളൊക്കെ കിട്ടി പരിക്കൊക്കെ പറ്റി അങ്ങനെ ഒരു ഭാഗത്ത് നിൽക്കുകയാണ്. അവൻ വൈറ്റ് ഇച്ചിഗോയുടെ ബാങ്കായി പവറിലേക്ക് ഒന്ന് ശ്രദ്ധിച്ചു നോക്കും. ബാങ്കായി ഉപയോഗിച്ച് ഹീറോ ചെയ്ത ടെക്നിക്സ് എല്ലാം കുറച്ചുകൂടി അഡ്വാൻസ് ആയിട്ടാണ് അവൻ ഉപയോഗിക്കുന്നത്. അതിനർത്ഥം പോയി കഴിഞ്ഞും നന്നായിട്ട് എല്ലാ പവറും ഈസി ആയിട്ട് നല്ല ടെക്നിക്കോട് കൂടെ യൂസ് ചെയ്യാൻ ആ വൈറ്റ് ഇച്ചിഗോയ്ക്ക് സാധിക്കും. ഹീറോ എന്തെങ്കിലും ചെയ്യുന്നതിന് മുൻപ് തന്നെ ആ വൈറ്റ് ഇച്ചിഗോ ഹീറോയുടെ സ്ക്വാഡ് അങ്ങനെ രണ്ടായിട്ട് ഒതുക്കുകയാണ്. അത് തകരുന്ന അതേ സമയം ഹീറോ മറ്റൊരു ഡയമെൻഷനിലേക്ക് പോകും. അവിടെ അവന്റെ മുൻപിൽ ആ ജീൻ ഗാരിയ, ഇദ്ദേഹമാണ് സൊസൈറ്റിയിൽ തന്നെ ഉണ്ടായിരുന്ന ഏറ്റവും പവർഫുൾ ആയ ഒരു വാമ്പയർ. ജീൻ ഗാരിയെ കാണുമ്പോൾ തന്നെ ഹീറോയുടെ പേടി അതങ്ങനെ കൂടിക്കൂടി വരികയാണ്. അവന്റെ കയ്യിലേക്ക് നോക്കും. അവന്റെ സമ്പത്തു അവന്റെ കയ്യിലില്ല. ഹീറോയുടെ കയ്യിൽ സമ്പത്തു ഉണ്ടെങ്കിൽ പോലും അവന് ജീൻ ഗാരിയുടെ മുൻപിൽ പിടിച്ചു നിൽക്കാനാവില്ല. ഇനി എന്ത് ചെയ്യും എന്ന് കരുതി നിൽക്കുന്ന അതേ സമയം ആളാണെങ്കിൽ അവന്റെ കയ്യിൽ പിടിക്കുകയാണ്. അവൻ കൈ തട്ടി മാറ്റി ദൂരേക്ക് ഓടി രക്ഷപ്പെടാനായിട്ട് ശ്രമിക്കും. പക്ഷെ എന്താ, കുറച്ചു ദൂരം മുൻപോട്ടേക്ക് ഓടുമ്പോഴേക്കും അവന്റെ കാല് തെറ്റി അവനങ്ങനെ അടിച്ചു വീഴും. ജീൻ ഗാരി ആണെങ്കിൽ ഹീറോയുടെ പിന്നാലെ അവന്റെ തൊട്ടടുത്തേക്ക് വന്ന് നിൽക്കും. ആളാണെങ്കിൽ കൈ നീട്ടി
ഹീറോ ഒറ്റ അടി അടിക്കും. ആ ഒരു അടിയോട് കൂടെ സീൻ കട്ട് ചെയ്ത് ഇവിടെ ഇന്നർ വേൾഡ് കാണിക്കും. ഇച്ചിഗോ ആണെങ്കിൽ വൈറ്റ് ഇച്ചിഗോയുടെ മുൻപിൽ സറണ്ടർ ആയിട്ട് നിൽക്കുന്നത് കാണുമ്പോൾ വൈറ്റിന് അവനോട് കുറച്ച് സഹതാപം തോന്നും. ഇച്ചിഗോ, ഇതിൽ ഇനിയെങ്കിലും നീ ഒരു കാര്യം തിരിച്ചറിയണം. നീയാണ് എൻ്റെ കിങ്. ഞാൻ നിന്റെ വേറൊരു ശിപ്പായി മാത്രമാണ്. എന്റെ ഓർഡേഴ്സിനും ആജ്ഞയ്ക്കും അനുസരിച്ച് ജീവിക്കാനും കാര്യങ്ങൾ ചെയ്യാനും വിധിക്കപ്പെട്ടവൻ. പക്ഷേ നീ ഇപ്പോൾ എന്നെ പേടിച്ച് ദൂരേക്ക് മാറുന്നു. തോൽവി സമ്മതിക്കുന്നു. നിന്റെ ഈ നിസ്സഹായ അവസ്ഥ കാണുമ്പോൾ എനിക്ക് നിന്നോട് പുച്ഛവും പരിഹാസവും വിഷമവും ഒക്കെ തോന്നുന്നു. എന്നെ കൊണ്ട് ഒരിക്കലും ഇതുപോലെ വീക്കായിട്ടുള്ള ഒരു യജമാനന്റെ അണ്ടറിൽ നിൽക്കാൻ കഴിയില്ല എന്ന് പറഞ്ഞ് അവന്റെ സ്ക്വാഡ് അത് ഇച്ചിഗോയ്ക്ക് നേരെ വലിച്ചെറിയും. അതാണെങ്കിൽ ഇച്ചിഗോയുടെ വയറ്റിലൂടെ കയറി ഇറങ്ങുകയാണ്. കട്ട് ചെയ്ത ഇവിടെ ഇച്ചിഗോയുടെ ഹോളോ പവർ അതങ്ങനെ കൂടിക്കൂടി വരുന്നത് കണ്ട് ടീമിലെ മെമ്പേഴ്സ് അവരുടെ പേടിയും കൂടി വരും. സാഞ്ചിക്കാണെങ്കിൽ എന്തു പറയണം എന്ത് ചെയ്യണമെന്ന് അറിയില്ല. ഒരേ ഒരു മണിക്കൂർ മാത്രമാണ് അവന്റെ മുൻപിലുള്ളത്. അതിനുള്ളിൽ ഇച്ചിഗോ അവന്റെ പവറിനെ കൺട്രോൾ ചെയ്തിട്ടില്ല എങ്കിൽ ഇച്ചിഗോയുടെ ഹോലോ പവർ അത് നമ്മളെ തകർക്കും. അതിനു മുൻപ് അവനെ കൊന്നു കളയണമെന്ന് സാഞ്ചി പറയും. അത് കേൾക്കേണ്ട താമസം അവരുടെ ടീമിനുള്ള ഒരുത്തനാണെങ്കിൽ കത്തി ഉപയോഗിച്ച് ഹീറോയെ അറഞ്ചും പുറഞ്ചും ആഞ്ഞു വെട്ടും. ചോര തുളുമ്പി ഹീറോ പുറകിലേക്ക് തെറിച്ചു പോവെങ്കിലും ഞൊടിയിടയിൽ തന്നെ ഹീറോയുടെ ഹോലോ പവർ അവനെ ഹീൽ ചെയ്തെടുക്കും. സാഞ്ചി ആണെങ്കിൽ ആ പയ്യനെ നിർദ്ദേശം കൊടുക്കും. നിന്റെ ഓരോ മൊമെന്റ്സും വളരെയധികം കെയർഫുൾ ആയിരിക്കണം. ഇച്ചിഗോയെ അവന്റെ ഹോളോ പവർ മുഴുവനായിട്ടും കൺട്രോൾ ചെയ്തിരിക്കുകയാണ്. ഏത് നിമിഷവും എന്ത് വേണമെങ്കിലും സംഭവിക്കാം. നിന്റെ ജീവൻ പോലും അപകടത്തിലാണ്. പേടി തോന്നിയാൽ അടുത്ത നിമിഷം തന്നെ നീ പുറത്തേക്ക് വരണം. അതേസമയം ഇന്നർ വേൾഡില് ഇപ്പൊ ഹീറോ കുറെ കാര്യങ്ങൾ തിരിച്ചറിയും. ആക്ച്വലി വൈറ്റ്സും അവന്റെ സമ്പത്തും എല്ലാം തന്നെ ഇച്ചിഗോയുടെ സ്വന്തം പവറാണ്. ആ വൈറ്റ് ഹോളോ സെറ്റ്സു, വൈറ്റ് ഹോളോ ഇച്ചിഗോ അവനാണെങ്കിൽ ഹീറോയെ കൂടുതൽ പവർഫുൾ ആക്കാനും അവന്റെ പേടി അതിൽ നിന്ന് ഹീറോയെ പുറത്തു കൊണ്ടുവരാനാണ് ശ്രമിക്കുന്നത്. ഈ വൈറ്റ് ഇവൻ എന്നെ കൊല്ലാൻ ശ്രമിക്കുകയല്ല, മറിച്ച് എന്നെ ട്രെയിൻ ചെയ്യിപ്പിക്കുകയാണ്. എന്റെ പേടിയിൽ നിന്ന് എന്നെ പിടിച്ചു കയറ്റി പവർഫുൾ ആയ ഒരു ഇച്ചിഗോ ആക്കാനാണ് ഇവന്റെ ശ്രമം. ഈ കാര്യങ്ങളെല്ലാം തിരിച്ചറിഞ്ഞ ഹീറോ അവനാണെങ്കിൽ ഇപ്പൊ വൈറ്റ് ഇച്ചിഗോയുടെ സ്ക്വാഡ് അതങ്ങനെ വലിച്ചൂരും. ഇച്ചിഗോ അതിൽ ടച്ച് ചെയ്യേണ്ട അടുത്ത നിമിഷം തന്നെ അത് ബ്ലാക്കായി നോർമലായി മാറും. വൈറ്റ് ഇച്ചിഗോ ആ കാഴ്ച കണ്ട് ഷോക്കാവും. ഹീറോയിൽ ഇത്രയും വേഗം ഒരു ചേഞ്ച് ഉണ്ടാവുമെന്ന് അവൻ സ്വപ്നത്തിൽ പോലും കരുതിയില്ല. അവൻ ഹീറോയെ തന്നെ നോക്കി നിൽക്കുന്നതോട് കൂടെ ഈ ഒരു എപ്പിസോഡും അവസാനിക്കുന്നു. ഈ എപ്പിസോഡ് ഇഷ്ടപ്പെടുകയാണെങ്കിൽ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യാനും കമന്റ് ചെയ്യാനും മറക്കല്ലേ. അടുത്തൊരു അടിപൊളി എപ്പിസോഡുമായിട്ട് കാണുന്നവരെ ഇറ്റ്സ് മീ വിത്ത് മല്ലു എപ്പിസോഡ്.